വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെപിസിസി നേതൃത്വം നടപടിയെടുത്തത്. വനിതാ നേതാക്കളുമായും നേതൃത്വം സംസാരിച്ചു. പരാതിയില്ലാത്തതുകൊണ്ടാണ് പാർട്ടി അന്വേഷണം വേണ്ടെന്ന് വെച്ചത്. നടപടി നേരിട്ട രാഹുൽ അടൂരിലെ വീട്ടിൽ തുടരുകയാണ്. അടൂരിലെ രാഹുലിന്റെ വീട്ടിൽ നിന്ന് ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണോ? ഇനിയൊരു പരിപാടിയിൽ പങ്കെടുക്കുക, ഇല്ലെങ്കിൽ മണ്ഡലത്തിലേക്ക് തിരിച്ചു പോവുക എന്നതൊക്കെ വലിയ റിസ്ക്കുള്ള കാര്യമാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, പാലക്കാട്ടെ വോട്ടർമാർ ഉൾപ്പെടെ അങ്ങോട്ട് കയറ്റാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ഇനി വേണം അറിയാൻ. അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ സമ്മർദ്ദത്തിൽ ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന നടപടി സസ്പെൻഷൻ മാത്രമാണെങ്കിലും രാജിയില്ലാത്തത് പലരെയും ചൊടിപ്പിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴും വീട്ടിലാണോ? പരിപാടികൾ എന്തെങ്കിലും ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? തന്നെ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ച കഴിയുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. അടൂരിലുള്ള തൻ്റെ വീട്ടിലെത്തിച്ചേർന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം വ്യാഴാഴ്ച ചില വ്യക്തിപരമായ പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങിപ്പോകാനായിരുന്നു തീരുമാനം. പക്ഷേ അതിന് കഴിയാതെ വന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ വീട്ടിൽ, അതായത് എം.എൽ.എയുടെ ഓഫീസാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അല്പസമയം മുൻപ്, അതായത് ഇന്ന് ഉച്ചയോടുകൂടെ മാധ്യമങ്ങളെ കാണുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അത് മാറ്റിവെച്ചു. കാരണം ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു സസ്പെൻഷൻ എന്നുള്ളൊരു നടപടിയിലേക്കാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഒരു പ്രതികരിച്ചുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് അദ്ദേഹവുമായി അടുത്ത ബന്ധങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളും നൽകിയ നിർദ്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ, സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. DCC വൈസ് പ്രസിഡന്റായിട്ടുള്ള പഴകുളം ശിവദാസൻ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു, ഇന്നും ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള 2 പേർ സ്ഥിരമായി രാഹുലിൻ്റെ ഒപ്പം തന്നെ റിനോ പി രാജും ഒപ്പം സാംജിയും മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം തന്നെയുണ്ട്. ഈ പ്രധാനമായിട്ടുള്ളൊരു മാറ്റം അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ കുറച്ച് പ്രവർത്തകരും നേതാക്കളുമൊക്കെ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലായിട്ടുള്ള നേതാക്കൾ വന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രി പാലക്കാട് നിന്നുള്ള നേതാക്കൾ പോലും പലരും വന്ന് സംസാരിച്ചിരുന്നു. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ ഒരു വിഷയം ഒന്ന് തണുക്കുന്നതുവരെ കാത്തിരുന്നിട്ടായിരിക്കാം മണ്ഡലത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാര്യം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, കാര്യം രാഹുൽ പാലക്കാടേക്ക് എത്തണം, അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയായിരുന്നു നേരത്തെ തന്നെ BJP പറഞ്ഞതാണ്. പാലക്കാടേക്ക് കയറ്റില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പോൾ നിലവിൽ അവിടേക്ക് പോയി അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് രാഹുലും ഉള്ളത്. ഇന്ന് എന്തായാലും ഒരു പ്രതികരണം ഉണ്ടാകില്ല. തനിക്ക് എന്തെങ്കിലും ഇനി തുടർന്ന് പറയാനുണ്ടെങ്കിൽ കൃത്യമായി അത് മാധ്യമങ്ങളെ അറിയിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാനുള്ള ഒരു മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും KPCC അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നൊപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു നിലപാടിൽ എത്തിയതെന്നുള്ള കാര്യമാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ലിജോയാണ് അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. അവിടേക്ക് നേതാക്കൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും കഴിഞ്ഞ ദിവസമൊന്നും അങ്ങോട്ട് എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് യോജിപ്പുള്ള, ഇല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ആളുകൾ എല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി ആളുകൾ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിക്കുന്നു. സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ഉൾപ്പെടെ യുവമോർച്ച വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാഴ്ചകൾ കൂടി കാണുന്നുണ്ട്. ഇപ്പോഴും തുടരുകയാണോ? ധന്യ, പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ അവസാനിക്കും. ഇപ്പോൾ പ്രവർത്തകർ ശാന്തരായിട്ടുണ്ട്. നേരത്തെ MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള കന്റോൺമെന്റ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതീകാത്മകമായിട്ട് കാളയെ കൂടി കൊണ്ടുവന്നാണ് യുവമോർച്ച പ്രവർത്തകർ ഇങ്ങോട്ട് പ്രതിഷേധിച്ചത്. വിത്തുകാളയാണ് രാഹുൽ മാങ്കൂട്ടം, അതുകൊണ്ട് ഈ വിത്തുകാളയെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ സമർപ്പിക്കുകയാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കാളയുമായിട്ട് യുവമോർച്ച പ്രവർത്തകർ കന്റോൺമെന്റ് ഹൗസിലേക്ക് വന്നത്. രാഹുൽ മാങ്കൂട്ടം നടത്തിയത് വെറും ഈ അശ്ലീല സന്ദേശങ്ങൾ അയക്കുക മാത്രമല്ല, ചെയ്തത് ക്രിമിനൽ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ആദ്യം യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തി, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് MLA സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറാവാത്തത്? പൊതുജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ V മനുപ്രസാദ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ MLA ആയി ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് യുവമോർച്ച ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ സമരം അല്പസമയം സംഘർഷവും ഉണ്ടായിരുന്നു. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ധന്യ.
ശരി സനൂപ്, സിജോ വി ജോൺ കൂടി ചേരുന്നുണ്ട്. സിജോ, കോൺഗ്രസിനെ സംബന്ധിച്ച് തൽക്കാലത്തെ തടിയൂരിൽ എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ വിമർശനം കേൾക്കാൻ ഈ വിഷയത്തിൽ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിനകത്ത് തന്നെയുള്ള വനിതാ നേതാക്കളാണെങ്കിലും മുതിർന്ന നേതാക്കളാണെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറണമെന്ന് അഭിപ്രായപ്പെട്ട ആളുകളെ പോലും അനുനയിപ്പിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം കടന്നിരിക്കുന്നത്. അത് എത്രത്തോളം ചർച്ചയാകുന്നുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ, കൂടാതെ മറ്റു ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി സ്വരൂപിച്ചാണോ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ. അവരെല്ലാവരും കോൺഗ്രസ് ഒരു ഉചിതമായ തീരുമാനമെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലീഗിന്റെയും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളുടെയും ഒക്കെ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ അതിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്. എന്തെങ്കിലും കടുത്ത നടപടികൾ വേണമെന്നുള്ളൊരു കാര്യം പറഞ്ഞ് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ സമ്മർദ്ദത്തിലാക്കാൻ പോകേണ്ട എന്നുള്ളൊരു നിലപാടാണ് മറ്റ് ഘടകകക്ഷികൾക്കുണ്ടായത്. സിജോയിലേക്ക് വരാം. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കാരണം പലർക്കും അതിൽ അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് തന്നെയാണ് CPM സമരം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രാജി ആവശ്യത്തിൽ ഉറച്ചുകൊണ്ട് സമരം ശക്തമാക്കുന്ന തീരുമാനമെടുക്കുന്നു. BJPയും അതേ തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എടുത്തിരിക്കുന്ന സസ്പെൻഷൻ എന്ന തീരുമാനം വീണ്ടും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ കോൺഗ്രസിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയർത്തിയിരുന്ന നേതാക്കളെ എങ്ങനെ അനുനയിപ്പിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, എന്ത് വാക്കു കൊടുത്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മാത്രവുമല്ല, പരാതി ഉന്നയിച്ചാൽ പരാതിയില്ല, കേസില്ല എന്ന ന്യായീകരണം കൊണ്ട് മാത്രം ആ വിഷയത്തെ തള്ളിക്കളയാൻ, ഇല്ലെങ്കിൽ അതിന്റെ ഗൗരവം കുറയുമോ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്രയധികം കാര്യങ്ങളാണ് രാഹുലിന്റെ ശബ്ദത്തിൽ, രാഹുൽ അയച്ച മെസ്സേജുകളായിട്ടൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ട് ഈ നടപടി മാത്രം മതിയോ എന്നുള്ള കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ള കാര്യവും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി എത്തിയാൽ തന്നെ കോൺഗ്രസുകാർക്കൊപ്പം ഇരിക്കാൻ സാധ്യത ഇല്ല. ആ രീതിയിൽ സഭയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, തുടർന്നോളൂ.